നമ്മളുടെ ഗോളുകൾ മ്യൂച്വൽ ഫണ്ട് വഴി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബ്രോക്കറോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ പുണ്യത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല ഇതിൽ ചെയ്യുന്നത്. ഒരു ഫോക്കസും ഇല്ലാതെ നിക്ഷേപിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഈ ഇൻവെസ്റ്റ്മെന്റിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല. എവിടെയാലും നിക്ഷേപിച്ചാൽ മതി എന്ന് കരുതുന്നത് മണ്ടത്തരം. ആ തെറ്റിദ്ധാരണ മാറിയെന്ന്. ഇൻവെസ്റ്റ്മെന്റ് പല സ്ഥലങ്ങളിലായിട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളൊരു ദോഷവും ഞാൻ കാണുന്നു. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാരെ നടത്തുന്ന തെറ്റുകളെ പറ്റി പറയുന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിന്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാർ നടത്തുന്ന ആദ്യത്തെ 5 തെറ്റുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അടുത്ത 5 തെറ്റുകളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ആറാമത്തെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ പല യൂട്യൂബർമാരും പറഞ്ഞു പരത്തുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM അല്ലെങ്കിൽ ഫണ്ട് സൈസ് ഉള്ള ഫണ്ടുകൾ മോശമാവും എന്നുള്ളതാണ്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ടോട്ടൽ വന്നിട്ടുള്ള നിക്ഷേപത്തിനാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഫണ്ട് സൈസ് എന്ന് പറയാം. ഫണ്ട് സൈസ് കൂടുതലാവുമ്പോൾ മ്യൂച്വൽ ഫണ്ട് മാനേജർമാർക്കും അവരുടെ ടീമിനും ഉണ്ടാകുന്ന ഒരു പ്രഷർ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിന്റെ റിട്ടേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ നല്ല അവസരങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും, അതിലേക്ക് ആ സ്റ്റോക്കുകളിലേക്കൊക്കെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടിയ പൈസ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ഉയർന്ന നേട്ടം തന്നിട്ടുള്ള പല ഫണ്ടുകളും മാർക്കറ്റിലുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പരാഗ് പരീഖിന്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, HDFCയുടെ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടൊക്കെ വൻ സൈസുള്ള ഫണ്ടുകളാണ്. പക്ഷേ എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് റിട്ടേൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത്തരം ഫണ്ടുകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഫണ്ടിന്റെ സൈസ് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂടുതലാണ് എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ആ ഫണ്ട് ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യണമെന്നില്ല. മറ്റൊരു ക്ലാസിക് തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കുറെ അധികം മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുന്നത് ഈ ഡൈവേഴ്സിഫിക്കേഷനെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള പണം പല തരം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പല തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഫണ്ടിൽ കൂടുതൽ നമ്മൾ നിക്ഷേപിക്കും തോറും നമ്മൾ നിക്ഷേപിക്കുന്നത് മിക്കവാറും സ്റ്റോക്കുകളിൽ റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും എന്നുള്ളതാണ് കണ്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും ഒരു 15 മുതൽ 50 വരെ സ്റ്റോക്കുകളാണ് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 50 സ്റ്റോക്കുകളുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നിക്ഷേപം 10,000 രൂപയാണെങ്കിൽ ഈ 50 സ്റ്റോക്കുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ എനിക്ക് അതുപോലെ ഒരു 10 ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എഫക്റ്റീവായിട്ട് ഉള്ള സ്റ്റോക്കുകൾ 15x10 അതായത് 150 മുതൽ 500 വരെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പക്ഷേ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നെങ്കിൽ ഒരു 10-200 എണ്ണത്തിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇടുന്ന പൈസ മ്യൂച്വൽ ഫണ്ടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സെയിം സെറ്റ് ഓഫ് സ്റ്റോക്കുകളിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതേസമയം തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പല സ്ഥലങ്ങളിലായിട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളൊരു ദോഷവും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു ഇൻവെസ്റ്റർ, എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോയിൽ 4-5 മാക്സിമം പോയാൽ 6 മ്യൂച്വൽ ഫണ്ടിൽ കൂടുതൽ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ അതിൽ കൂടുതലായാലും മിക്കവാറും നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി പോകാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ഫണ്ടുകൾ ചേരുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടിൽ കൂടിയ എമൗണ്ട് ആക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പൊ ആ തെറ്റിദ്ധാരണ മാറിയെന്ന്. റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഒരു ഫോക്കസ് ഇല്ലാതെ നമ്മളുടെ ഒരു ഗോളുകൾ മനസ്സിലാക്കാതെ, ഗോളുകൾക്ക് മാച്ച് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ മനസ്സിലാക്കാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒന്നും നമ്മളുടെ ഗോളുകൾ മ്യൂച്വൽ ഫണ്ട് വഴി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്കൊരു റിട്ടയർമെന്റ് ഗോൾ ഉണ്ട്, അത് ഒരു 20 വർഷം അകലെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് വേണം. നിങ്ങൾക്കൊരു വീട് പണിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അത് 3-4 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അല്ലാതെ എല്ലാത്തിനും ഒരേ രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നതുകൊണ്ട് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മതി, മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ വന്നാലും ലാഭം തരുമെന്നുള്ള മിഥ്യാധാരണ വെച്ചുകൊണ്ട് ഒരു ഫോക്കസും ഇല്ലാതെ നിക്ഷേപിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഈ ഇൻവെസ്റ്റ്മെന്റിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിക്ഷേപം നടത്തുന്നതിനായിട്ടുള്ള ഒരു ഡയറക്ഷൻ തരുന്നതിനായിട്ട് നമ്മുടെ സർവീസ് ഉണ്ട്. ആസ്ക് റുപ്പിമംഗ് എന്നാണ് പറയാ. വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരേ എമൗണ്ട് നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ ഒരു കോർപ്പസ് ഉണ്ടാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റോട് കൂടി വളരെയധികം എമൗണ്ട് ഉണ്ടാക്കി മാറ്റാം എന്നുള്ളത്
പല ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും നമ്മളുടെ ആവശ്യങ്ങളുടെ അളവ് കൂടി വരികയാണ്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്നുള്ള കാര്യം കൊണ്ട് അല്ലെ. ഈ പണപ്പെരുപ്പത്തിനനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അതിനനുസരിച്ച് കൂട്ടണം. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് നമ്മുടെ ആളുകളോട്, നമ്മൾ ഈ വർഷം 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് 11,000 ആക്കി വർദ്ധിപ്പിക്കണം. പിന്നത്തെ വർഷമാകുമ്പോൾ ഒരു 12,500 ആക്കി വർദ്ധിപ്പിക്കണം. പിന്നത്തെ വർഷമാകുമ്പോൾ ഒരു 15,000 ആക്കി വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരു 10% അതിൽ കൂടുതലൊക്കെ ഇൻക്രിമെന്റ് വരുത്തിക്കൊണ്ട് പോകണം എന്നാണ് പറയാറുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വളർന്നു വലുതാവാനുള്ള സാധ്യതയുള്ളൂ. സാധാരണ അതേ എമൗണ്ട് തന്നെ ചെയ്താലും വളരാതൊന്നും ഇരിക്കില്ല. പക്ഷേ നമ്മളുടെ ആവശ്യങ്ങളുടെ തോത് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഡിവിഡൻഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ഫണ്ടുകൾ വളരെ നല്ലതാണ്. ഇപ്പോൾ ആക്ച്വലി ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള തരം സ്കീം ഇപ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇല്ല. അതിന് പകരം IDCW എന്നുള്ള ഒരു സ്കീമാണുള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് പണം അതിൽ നിന്ന് തിരികെ തരുന്നു എന്നുള്ളൂ. നമുക്കിപ്പോ നമ്മളൊരു 10,000 രൂപ ഇട്ടിട്ടുണ്ട്, ഒരു 5% ഡിവിഡൻഡ് തരുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ ഈ 5% എന്നുള്ളൊരു എമൗണ്ട് എല്ലാ വർഷവും നമുക്ക് തിരികെ കിട്ടുന്നു. ആ ഫണ്ട് വലുതായാലും ചെറുതായാലും അല്ലെങ്കിൽ അത് വളർന്നാലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫണ്ട് 5% വളർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള ക്യാപിറ്റൽ, നമ്മൾ ഇട്ടിട്ടുള്ള മുതലിൽ നിന്നായിരിക്കും അത് തിരികെ വരിക. അപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും 10,000 രൂപ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഫണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ 8,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, 7,000 ആയിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് കൊടുക്കുന്ന എമൗണ്ടിനനുസരിച്ചുള്ള ഒരു നേട്ടം ആ ഫണ്ടിന് നേടാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ യോജിച്ചതായിട്ടുള്ളൂ. ഒരു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ഡിവിഡൻഡ് ഓപ്ഷൻ ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഗ്രോത്ത് ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയാലും റെഗുലർ ആയാലും ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരേപോലെയാണ് എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കർമാർ വഴി അല്ലാതെ നമ്മൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ഇടപാട് നടത്തുന്നതിനാണ് ഡയറക്റ്റ് ഫണ്ടുകൾ എന്ന് പറയുക. ഇതിനിടയിൽ ഒരു ബ്രോക്കർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ വഴി നിക്ഷേപിക്കുന്നതിനെയാണ് റെഗുലർ എന്ന് പറയുക. അപ്പൊ ഈ ബ്രോക്കറോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ പുണ്യത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല ഇതിൽ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അവർക്ക് 1% കമ്മീഷൻ പോകുന്നുണ്ട്. ഈ 1% കമ്മീഷൻ എന്ന് പറയുന്നത് വലിയ ഒരു തുകയായിട്ട് മാറും എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മെയിലിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനൊക്കെ അനുസരിച്ച് ഈ 1% കമ്മീഷൻ എന്നുള്ളത് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തുന്ന ഒരു ഏർപ്പാടാണ് ഈ റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അറിവുള്ള ആളുകൾ എന്ത് വന്നാലും ഡയറക്റ്റ് ഫണ്ടുകളിലൂടെ നിക്ഷേപിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള പോലെ റെഗുലർ ഫണ്ടായാലും ഡയറക്റ്റ് ഫണ്ടായാലും എവിടെയായാലും നിക്ഷേപിച്ചാൽ മതി എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. ഈ 10 തെറ്റുകളാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാര് പലപ്പോഴായിട്ട് നമ്മളോട് ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള തെറ്റുകൾ. പേഴ്സണലി ഞാനും ഇതിൽ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.